ഹായ് ഫ്രണ്ട്സ്, രേഷ്മാസ് കിച്ചണിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താം. തക്കാളി എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 4 പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്